കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ 14 താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം പൊളിഞ്ഞു. CPI നേതാക്കളുടെ ബന്ധുക്കളും പ്രവർത്തകരുമായ 14 പേരെയാണ് BJPയുടെ കൂടി ഒത്താശയോടെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ചെയർമാൻ കത്ത് നൽകിയത്. തുടർച്ചയായ റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ സ്ഥിരപ്പെടുത്താനാകില്ലെന്ന് സർക്കാർ മറുപടി നൽകി. ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് കിട്ടി. റിപ്പോർട്ടർ ഇംപാക്ട്. ഒരു വർഷം മുമ്പാണ് പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലെ നിയമനങ്ങൾ PSCക്ക് വിട്ടത്. എന്നാൽ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഓയിൽ പാം തയ്യാറായില്ല. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് പിന്നാലെ തുടങ്ങിയത്. CPI നേതാക്കളുടെ ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരുമായിരുന്നു ഈ 14 പേരും. കേന്ദ്ര സംസ്ഥാന സർക്കാരിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായതിനാൽ ഡയറക്ടർ ബോർഡിൽ 2 BJP അംഗങ്ങളുമുണ്ട്. CPI നേതാക്കൾക്ക് വേണ്ടി BJP ബോർഡ് അംഗങ്ങൾ കൂടി കൈകോർത്തതോടെ കാര്യങ്ങൾ എളുപ്പമായി. 10 വർഷം പൂർത്തിയാക്കിയ താൽക്കാലികക്കാരായ 14 പേരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഓയിൽ പാം ചെയർമാൻ സർക്കാരിന് കത്തയച്ചു. ഇതോടെ റിപ്പോർട്ടർ വാർത്ത പുറത്തു കൊണ്ടുവന്നു. തുടർ വാർത്തകളും ഉണ്ടായതോടെ സ്ഥിരപ്പെടുത്തണമെന്ന ചെയർമാൻ്റെ ശുപാർശ സർക്കാർ തള്ളി. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തരുതെന്ന വിവിധ കോടതികളുടെ ഉത്തരവുകൾ പരാമർശിച്ചുകൊണ്ട് ചെയർമാൻ്റെ ശുപാർശ സർക്കാർ തള്ളുകയായിരുന്നു. CPI നേതാക്കളുടെ ബന്ധുക്കളെയും പ്രവർത്തകരെയും സ്ഥിരപ്പെടുത്താൻ BJPയുടെ സപ്പോർട്ടും എല്ലാവരും ഒന്നിച്ചായിരുന്നു ഈ നീക്കം. പക്ഷേ തുടർച്ചയായ റിപ്പോർട്ടർ വാർത്തകൾക്ക് മുന്നിൽ ഒടുവിൽ സർക്കാർ മറിച്ചൊരു തീരുമാനമെടുത്തു. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. TV പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, മറ്റൊരു ഗൂഢനീക്കം കൂടി എങ്ങനെയാണ് പൊളിഞ്ഞത്? നമ്മൾ നേരത്തെ ഓർമ്മയുണ്ടാവും, ഓയിൽ പാമിലെ തുടർച്ചയായ വാർത്തകൾ ഉണ്ടായിരുന്നു. അതായത് അവിടെ 13 സ്ഥിരം ജീവനക്കാരെ, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് നടന്നത്. നമുക്കറിയാവുന്നതുപോലെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ 2 ബോർഡ് അംഗങ്ങൾ കൂടിയുള്ള ഒരു ഡയറക്ടർ ബോർഡാണ് ഓയിൽ പാമിൻ്റേത്. CPMൻ്റെയും CPIയുടെയും അവിടുത്തെ നേതാക്കളുടെ ബന്ധുക്കളെയും അതുപോലെ പ്രവർത്തകരെയും സ്ഥിരപ്പെടുത്താൻ വേണ്ടി BJP കൂടി കൈകോർത്തു എന്നുള്ളതായിരുന്നു അതിലെ കൗതുകമുള്ള ഒരു കാര്യം. ഇങ്ങനെ CPI BJP കൈകോർത്തുകൊണ്ട് 13 ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് അവിടെ നടന്നത്. ആ നീക്കം എന്ന് മാത്രമല്ല, ഓയിൽ പാമിൻ്റെ ചെയർമാൻ തന്നെ സർക്കാരിന് കത്തെഴുതുകയും ചെയ്തു. അവരുടെ കുടുംബ പശ്ചാത്തലമൊക്കെ പരിഗണിച്ച് ഇവരെ 10 വർഷവും 12 വർഷമൊക്കെ പൂർത്തിയായ താൽക്കാലികക്കാരാണ്, അവരെ സ്ഥിരപ്പെടുത്താൻ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാരിന് ചെയർമാൻ തന്നെ കത്തെഴുതിയത്. ആ കത്താണ് റിപ്പോർട്ടർ ആദ്യം പുറത്തു കൊണ്ടുവന്നത്. അത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഓയിൽ പാമിലും അതുപോലെ തന്നെ കൃഷി വകുപ്പിലും. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പറയുന്ന CPI നേതാക്കളുടെ ബന്ധുക്കളെ പ്രവർത്തകരെയും കയറ്റാൻ വേണ്ടി BJPയുടെ നേതാക്കൾ കൂടി കൈകോർത്തു എന്ന വാർത്ത വന്നത്. അതോടുകൂടി അത് കൂടുതൽ ചർച്ചയാവുകയും ഗവൺമെൻറ് ഈ വിഷയം കൂടുതൽ പരിശോധിക്കുകയും ചെയ്തു. മാത്രമല്ല, ഉമാദേവി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക ഉൾപ്പെടെയുള്ള കേസുകൾ ചൂണ്ടിക്കാണിച്ചാണ് ഇങ്ങനെ സ്ഥിരപ്പെടുത്താൻ പാടില്ല എന്ന നിർദ്ദേശം, അത് ഉത്തരവായി സർക്കാർ ഇറക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും നമ്മുടെ തുടർച്ചയായ വാർത്തയുടെ ഭാഗമായിട്ട് തന്നെയാണ് സർക്കാരിന് മറ്റൊരു ഉത്തരവ് ഇറക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ CDTയിലും നോർക്കയിലും എല്ലാം കാണുന്നത് പോലെ ഈ താൽക്കാലിക ജീവനക്കാരെയും സ്ഥിരപ്പെടുത്തുന്ന കാഴ്ചയായിരിക്കാം ഒരുപക്ഷെ കേരളം കണ്ടിട്ടുണ്ടാവുക. അരുൺ. ഓക്കെ, TV പ്രസാദ്, എന്തായാലും ഇവിടെ സ്ഥിരപ്പെടുത്തി കൊടുക്കും എന്ന ബോർഡ് തൽക്കാലം ഓയിൽ പാമിൽ വെക്കില്ല എന്നാണ് ഇപ്പോൾ TV പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നത്. സർക്കാർ ആ നീക്കം പൊളിച്ചിരിക്കും.